മരണച്ചുഴിയായി മാറുന്ന കാഴ്ച കേരളത്തിന് അപരിചിതമല്ല. ഇക്കഴിഞ്ഞ ദിവസം തന്നെ പാലക്കാട് ജില്ലയിലെ കരിമ്പ പനയംപാടത്തുണ്ടായ റോഡപകടത്തിൽ 4 കുഞ്ഞു ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. ഏതൊരു റോഡപകടം ഉണ്ടായാലും കുറച്ചു നാളത്തേക്ക് റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും മറ്റും ചർച്ചയാകാറുണ്ട്. പിന്നെ അത് അസ്തമിക്കാറാണ് പതിവ്. ഇത് ഇങ്ങനെ എത്ര നാൾ തുടരും? ഈ ദുർഗതിക്ക് ഒരു അറുതി വേണ്ടേ? റോഡ് നിർമ്മാണം ഉത്തരവാദിത്വത്തോടെ ചെയ്യേണ്ടതല്ലേ? കേരളത്തിൽ വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങളും റോഡിന്റെ ശോചനീയ അവസ്ഥയുമാണ് ഇന്ന് നിലപാട് ചർച്ച ചെയ്യുന്നത്. ഞാൻ അനു തങ്കച്ചൻ, എന്നോടൊപ്പം സണ്ണി പീറ്റർ, ജോർജ് ജോസഫ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വേദനയോടുകൂടി തന്നെയാണ് ആ വാർത്ത നമ്മൾ കണ്ടത്. കാരണം 4 കുഞ്ഞു കുട്ടികൾ കളിക്കൂട്ടുകാരായിരുന്നു. അവര് പാഞ്ഞു വന്ന ഒരു ലോറിയാണ് അവരുടെ ജീവൻ അപഹരിച്ചു കൊണ്ടുപോയത്. ശരിക്കും ഇതിന് ഒരുപാട് ഉത്തരവാദികളുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോ കേരള പോലീസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റില് വന്ന ഒരു റിപ്പോർട്ടാണിത്. അതായത് 2024 ഒക്ടോബർ വരെ 40,821 ആക്സിഡന്റുകൾ കേരളത്തിൽ നടന്നിട്ടുണ്ട്. അതില് 3,168 മരണങ്ങൾ സംഭവിച്ചു. ഇതിന്റെ തന്നെ ഫലമായിട്ട്, ഈ ആക്സിഡന്റ്സിന്റെ ഫലമായിട്ട് 45,657 ഇഞ്ചുറീസും സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഒക്ടോബർ വരെയുള്ള കണക്കാണിത്. പക്ഷെ ശരിക്കും അതിഭീകരമായ ഒരു കണക്കാണ്. റോഡ് അപകടങ്ങൾ മൂലം മാത്രം 3,168 മരണങ്ങൾ സംഭവിക്കുക എന്ന് പറയുന്നത് വളരെ ഭീതിജനകമായ ഒരു റിപ്പോർട്ടായിട്ട് വേണം നമ്മൾ കണക്കാക്കാൻ. മാത്രമല്ല, എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകൾ കാണുന്നുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ആക്സിഡന്റ് പ്രോൺ ഏരിയാസ് അത് വർദ്ധിച്ചു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ് ഇതിനൊക്കെയുള്ള ഉത്തരവാദികൾ? നമ്മൾ ഒരുപക്ഷെ ഒരു വേദന കഴിയുമ്പോൾ മറ്റൊരു വേദന എന്ന രീതിയിലാണ് കേരളത്തിൽ ഇപ്പോൾ ഈ റോഡ് അപകടങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നത്, മരണങ്ങളും സംഭവിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് നാട്ടികയിലെ നവംബർ 26-ാം തീയതി 2 കുഞ്ഞു കുട്ടികളടക്കം 3 പേരുടെ ദേഹത്തേക്കാണ് ലോറി പാഞ്ഞു കയറി മരിക്കാനിടയായത്. അതിനുശേഷം ഡിസംബർ 2-ാം തീയതി ആലപ്പുഴ ഉണ്ടായ ഒരു അപകടത്തിൽ 6 മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇന്നലെ 4 സ്കൂൾ വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഈ ഓരോ അപകടം കഴിയുമ്പോഴും നമ്മുടെ അധികാരികൾ പറയും, ഇനി അവർ ആദ്യം തന്നെ ഒരു അനുശോചനം രേഖപ്പെടുത്തും, പിന്നെ ബന്ധുക്കളുടെ വേദനയിൽ പങ്കുചേരുന്നു എന്ന് പറയും. പിന്നീട് ഈ അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കും എന്നൊരു പ്രഖ്യാപനവും നടത്തും. അത് ഓരോ അപകടങ്ങൾ നടക്കുമ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തനിയാവർത്തനം മാത്രമാണിത്. അതോടെ അവസാനിക്കും. ഇപ്പൊ ഇന്നലെ തന്നെ ഗതാഗത മന്ത്രി പറഞ്ഞു റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ നടപടി സ്വീകരിക്കുമെന്ന്. ഇന്ന് തന്നെ 3 പേരുടെ ജീവനെടുത്തു. വീണ്ടും ഒരാള് കൊച്ചിയില്, ഒരാള് തൃശ്ശൂര്, ഒരാള് കോഴിക്കോട് വാഹനാപകടത്തിൽ 3 പേരാണ് ഇന്ന് മരിച്ചത്. നമ്മൾ പലപ്പോഴും ഈ മരണസംഖ്യയുടെ എണ്ണം കൂടുമ്പോൾ മാത്രമാണ് ഇതിനെ ഗവനിക്കുന്നുള്ളൂ. ഒരാൾ അല്ലെങ്കിൽ 2 പേര് മരിക്കുമ്പോൾ അതിനൊരു സ്വാഭാവികമായിട്ട് നമ്മൾ വിട്ടുകളയുന്ന ഒരു പതിവ് രീതിയാണുള്ളത്. നമ്മളിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ പനയപ്പാടത്തുണ്ടായ സംഭവം തന്നെ, ഇന്നലെ ഉണ്ടായ സംഭവം. 6 മാസം മുമ്പ് അവിടുത്തെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് കൊടുത്തതാണ് ഇത് വലിയ അപകട മേഖലയാണിത്, അതുകൊണ്ട് ഇവിടെ കുറെ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികൾ പഠനം നടത്തി അതിന്റെ അടിസ്ഥാനത്തിലാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടാണ് വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സർക്കാരിന് സമർപ്പിച്ചത്. അവിടെ റോഡിന് മിനുസം കൂടുതലാണ്. അവിടെ അടുത്ത നാളുകളിലാണ് ഈ റോഡ് ടാറിംഗ് നടത്തി, BMBC നിലവാരത്തിലേക്ക് ടാറിംഗ് നടത്തി അത് വലിയ രീതിയിൽ വികസിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായി. പക്ഷെ റോഡിന് ഘടനയ്ക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. റോഡ് ടാറിങ്ങിന്റെ ഉപരിതലത്തിന് മാത്രമാണ് മാറ്റം ഉണ്ടായത്. വളരെ മിനുസപ്പെടുത്തി BMBCയിലേക്ക് വന്നു. പക്ഷെ അവിടെ നല്ല രീതിയിൽ വളവുകളൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആ റോഡിന്റെ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവിടെ ആ ഭാഗത്ത് ഒരു ചെരിവുണ്ട്, ഒരു വശത്തേക്ക് ഒരു ചെരിവുണ്ട്. അത് അപകടം കൂട്ടും. അതോടൊപ്പം തന്നെ ഈ റോഡിന്റെ ഉപരിതലവും ആ ടാറിങ്ങിന്റെ ഉപരിതലവും ആ മണ്ണും തമ്മിലുള്ള, ആ മണ്ണിന്റെ തിട്ടയും തമ്മിലുള്ള ഉയരവ്യത്യാസം വളരെ വലുതാണ്. അത് ഒരു പക്ഷേ ചിലപ്പോൾ ഈ 2 വാഹനങ്ങൾ വന്നു കഴിയുമ്പോൾ വെട്ടിക്കുമ്പോൾ ഒരു വശത്തേക്ക് സ്ലിപ്പായി ഇടിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ കുറെ, അതുപോലെ തന്നെ ഈ വളവ് നല്ല കൊടും വളവുകളുണ്ട്. അപ്പൊ ഈ വളവ് തിരിഞ്ഞു വരുമ്പോൾ ആ ദിശ തെറ്റാതിരിക്കാൻ ഡെലിനേറ്ററുകൾ സ്ഥാപിക്കണം അങ്ങനെ കുറെ ശുപാർശകൾ പറഞ്ഞിരുന്നു 6 മാസമായി. പക്ഷെ യാതൊരു നടപടി ഉണ്ടായില്ല ഈ 6 മാസക്കാലത്തിനിടയ്ക്ക്. ഒരുപക്ഷെ ഈ 6 മാസക്കാല അളവിനുള്ളിൽ
എന്തെങ്കിലും ഒരു നടപടി സർക്കാർ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഒരുപക്ഷെ ഈ 6 കുട്ടികളുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഈ പ്രദേശം എന്ന് പറയുന്നത് തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു മേഖലയാണ്. ഈ കഴിഞ്ഞ 3 മാസത്തിനിടയ്ക്ക്, 1 മാസം മുമ്പാണ് ഒരു വീട്ടിലെ 6 പേര് ഒരു കാർ അപകടത്തിൽ മരിച്ചു. ഈ അപകടമുണ്ടായ കരിമ്പ പനയപ്പാടത്തിന്റെ 1 കിലോമീറ്റർ അപ്പുറം വെച്ചാണ് അപകടം ഉണ്ടായി 5 പേര് മരിക്കുന്നത്. ഒരു വീട്ടിൽ 5 പേര് മരിക്കുന്നത്. തന്നെയുമല്ല, ഈ തുടർച്ചയായിട്ട് ഇവിടെ അപകട മേഖലയാണ്. അങ്ങനെയാണ് ഈ അടുത്ത നാളുകളിൽ മാത്രം അവിടെ 56ഓളം അപകടങ്ങളാണ് ഉണ്ടായത്, ചെറുതും വലുതുമായ. അതിൽ 146ഓളം പേർക്ക് പരിക്കേറ്റു. 12 പേരുടെ ജീവൻ, ഈ 4 പേരുടെ കുട്ടികളുടെ ജീവൻ അല്ലാതെ 12 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആരും ഒരു നടപടിയും സ്വീകരിച്ചില്ല. ഇതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ അപകടം കഴിയുമ്പോഴും ആരെയെങ്കിലൊക്കെ പുറത്ത് പഴിചാരി രക്ഷപ്പെട്ടു പോകുന്നു. യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഒരു അനുശോചനം അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർക്ക് എന്തെങ്കിലും തുച്ഛമായ ഒരു തുക നൽകൽ, അതിലൊക്കെ ഒതുക്കി നിർത്തുകയാണ് ഉണ്ടാകുന്നത്. അതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് തോന്നുന്നത്. ഈ കല്ലടിക്കോട് മുതൽ കരിമ്പ വരെയുള്ള ഒരു ഏരിയ എടുത്ത് നോക്കുകയാണെങ്കിൽ, നേരത്തെ സണ്ണി പറഞ്ഞതുപോലെ ഒരുപാട് വളവും തിരിവുകളും ഉള്ള ഒരു മേഖലയാണ്. വളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വളവ് തന്നെയല്ല, ആ റോഡിന് വളരെ മിനുസം കൂടുതലാ. അപ്പൊ അത് ആ റോഡിന് നേരത്തെ നല്ല മിനുസമായിട്ട് ആ റോഡിനകത്ത് വലിയ പരിക്കൻ വരുത്തിയിരുന്നു. റോഡിന്റെ ഉപരിതലത്തിനകത്ത് മിനുസം മാറ്റി പരിക്കൻ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷെ വാഹനങ്ങൾ ഇങ്ങനെ ക്രമാതീതമായി ഓടി ആ പരിക്കൻ സ്വഭാവം, ആ റോഡിന്റെ ഉപരിതലത്തിലെ പരിക്കൻ സ്വഭാവം നഷ്ടപ്പെട്ടു. വീണ്ടും നല്ല മിനുസമായി. അപ്പോൾ അതിന്റെ ഒപ്പമാണ് ഇന്നലെ മഴയും ഉണ്ടായി. അതോടൊപ്പം തന്നെ ഈ വാഹനങ്ങളൊക്കെ ഓടി വാഹനത്തിനകത്ത് നിന്ന് തന്നെ വീഴുന്ന ഓയിലും ഒക്കെ വീണ് റോഡിൽ വലിയ മിനുസമുണ്ടായി. അങ്ങനെ ആയിരിക്കാം ഒരുപക്ഷെ ഈ വാഹനം ഇന്നലെ തെന്നി മാറി അപകടത്തിലേക്ക് പോയതും ഈ ജീവൻ നഷ്ടപ്പെടാൻ ഇടയായതും. പക്ഷേ ഈ 6 മാസം മുമ്പ് കൊടുത്ത റിപ്പോർട്ട് പരിഗണിച്ചിരുന്നുവെങ്കിൽ ഇതിനൊക്കെ ഒരു പരിഹാരം ആയേനെ എന്നെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇപ്പം ഈ റോഡിന്റെ ഘടന, ഇപ്പൊ നമ്മൾ റോഡ് ആക്സിഡന്റ്സ് ഉണ്ടാവുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിന്റെ കോസസ് ആയിട്ട് പറയാറുണ്ട്. ഇപ്പൊ ടാറിങ്ങിലുള്ള പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ കൺസ്ട്രക്ഷന്റെ പ്രശ്നങ്ങളാവാം എന്നൊക്കെ പറയുന്നത്. പക്ഷെ അതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു സണ്ണി പറഞ്ഞ ഒരു പോയിന്റ് ആണ് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. റോഡ് ഡിസൈൻ ചെയ്തതിലെ പോരായ്മകളും ഇതിനകത്ത് ഈ കരിമ്പയുടെ സംഭവം മാത്രമായിട്ട് എടുത്ത് പറയുകയാണെങ്കിൽ ആ റോഡ് ഡിസൈൻ ചെയ്തത് തന്നെ ഒരു പ്രശ്നമല്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ അപകടത്തിന് ശേഷം ഗതാഗത മന്ത്രി പറഞ്ഞ ഒരു പ്രസ്താവനയുണ്ട്. അത് ശ്രദ്ധിച്ചറിയാം. നമ്മുടെ റോഡുകളുടെ സ്ട്രക്ചർ തീരുമാനിക്കുന്നത് പലരും ഒരു പഠനത്തിന്റെ അടിസ്ഥാനത്തിലല്ല എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളൊരു അദ്ദേഹത്തിന് മറുപടിയിൽ നിന്ന് വ്യക്തമാണ്. പലപ്പോഴും ഗൂഗിൾ മാപ്പെല്ലാം നോക്കിയിട്ട് പുറത്തുനിന്നുള്ള ഏതെങ്കിലും ഏജൻസികളാണ് പല റോഡിൻ്റെയും ഡിസൈൻ ചെയ്യുന്നതെന്നാണ് മന്ത്രി പറയുന്നത്. മന്ത്രി പറയുമ്പോൾ ഒരു ആധികാരികമായിട്ടുള്ളൊരു അതിൻ്റെ ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, കേരളത്തിലെ റോഡുകളുടെ സ്ട്രക്ചറുകൾ തുടങ്ങി പല ഘട്ടങ്ങളിലും വലിയ തോതിലുള്ള എന്ന് പറയാം, അതിനെ അവഗണിക്കുന്ന, വളരെ സീരിയസ് അല്ലാത്ത രീതിയിൽ, വളരെ നിസാരവൽക്കരിക്കുന്ന രീതിയിലാണ് നടപടികൾ തുടരുന്നത്. പ്രവൃത്തിയുടെ സീരിയസ്നെസ് മനസ്സിലാക്കുന്നില്ല. ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ള ചെയ്തികളാണ് ഈ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ ഇതിനു മുന്നേ അത്തരം ചെയ്തികളൊന്നും ശ്രദ്ധിക്കപ്പെടുമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോഴാണെങ്കിൽ വാഹനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുക. ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അപകടങ്ങളുടെ ഗ്രാഫ് പരിശോധിച്ചു കഴിഞ്ഞാൽ 2022 ഈ ഘട്ടങ്ങളിലൊക്കെ വളരെ പെട്ടെന്നുള്ളൊരു ചേഞ്ചാണ് കാണുന്നത്. ഇപ്പം ഏറ്റവും അവസാനം 2024 എത്തി നിൽക്കുകയാണ്. ഒരുപാട് വാഹനങ്ങളുടെ എണ്ണം കൂടി, അതിനനുസരിച്ച് റോഡ് വികസിക്കുന്നില്ല. എന്നാൽ ഈ വാഹനങ്ങളുടെ ഗതാഗത തടസ്സങ്ങളോ അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ സണ്ണി പറഞ്ഞ പോലെ അവിടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. ഈ പനമ്പാടം സ്ഥലങ്ങളിൽ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ഗവൺമെന്റ് ഏജൻസീസ് അല്ലാതെ പൊതുപ്രവർത്തകർ, സാമൂഹിക ബോധമുള്ള കുറച്ച് വിദ്യാർത്ഥികൾ ചേർന്നിട്ടാണ് ആ ഒരു പഠനം നടത്തിയിരിക്കുന്നത്. ഈ അപാകത പാർലമെന്റ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് അവിടുത്തെ MP. അവിടുത്തെ സ്ഥലം MLA നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചിട്ടുണ്ട്. അവിടെ എങ്ങനെ അപകട മേഖലയാണ് സ്ഥിരമായി എന്ന് നടപടി സ്വീകരിക്കണമെന്ന് അവിടുത്തെ ഈ സ്ഥലം MLA നിയമസഭയെ ചൂണ്ടിക്കാട്ടി, സ്ഥലം MP പാർലമെന്റ് ചൂണ്ടിക്കാട്ടി. പക്ഷേ നടപടി സ്വീകരിക്കും എന്ന് പറഞ്ഞതല്ലാതെ പിന്നീട് യാതൊരു നടപടി ഉണ്ടായില്ല.
അതാണ് ഇത്തരത്തിലുള്ള അപകടങ്ങൾ വർദ്ധിക്കാനുള്ള കാരണം. ഇപ്പോൾ ജോർജ് ഏട്ടൻ ഇവിടെ സൂചിപ്പിച്ച രീതിയിൽ ഗതാഗത മന്ത്രി തന്നെ ഇപ്പൊ പറയുന്നു ഈ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് ഇവിടുത്തെ റോഡിന്റെ നിർമ്മാണം. അത് പലപ്പോഴും ഇപ്പൊ ഈ വലിയ വൻകിട കമ്പനികളാണ്, ഇപ്പോൾ വലിയ കമ്പനികളാണ്, കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പൊ ഹൈദരാബാദ്, ചെന്നൈ, മുംബൈ, ദില്ലി അവിടെയുള്ള വലിയ വൻകിട കോർപ്പറേറ്റ് കമ്പനികളാണ് ഇപ്പൊ ദേശീയപാതയുടെയൊക്കെ നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ പാതയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. അപ്പൊ അവരാണ് അവിടെ നിന്നിരിക്കുന്ന എഞ്ചിനീയർമാരാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത് രീതിയിൽ ഗൂഗിൾ മാപ്പ് നോക്കി ഈ റോഡിന്റെ ഡിസൈൻ നടപ്പാക്കുന്നത്. അതല്ലാതെ നേരത്തെ ഇങ്ങനെ ആയിരുന്നില്ല. പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാരായിരുന്നു ഈ റോഡിന്റെ ഡിസൈൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഈ കേരളത്തിൽ ആ ഒരു റോഡിന്റെ ആ മണ്ണിന്റെ ഘടന അറിയാൻ കഴിയും, ആ റോഡിന്റെ വളവ് അറിയാൻ കഴിയും, ഇറക്കം അറിയാൻ കഴിയും, കയറ്റം അറിയാൻ കഴിയും. അങ്ങനെ അവരതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ്. അപ്പൊ അതോടൊപ്പം തന്നെ ആ റോഡിനോട് സമീപത്ത് എത്രമാത്രം വീടുകളുണ്ട്, ഏതെല്ലാം വീടുകളുണ്ട്, ആ റോഡിലേക്ക് എവിടുന്നെല്ലാം വഴികൾ വന്ന് സംയോജിക്കുന്നുണ്ട്, അവിടുന്ന് എങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ കൃത്യമായി ഈ തരത്തിൽ ഈ പൊതുമരാമത്ത് വകുപ്പിലെ എഞ്ചിനീയർമാർക്ക് അറിയാമായിരുന്നു. ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ എഞ്ചിനീയർമാർ അവരെ അവിടെ ഇരുന്നുകൊണ്ട് ആ ഗൂഗിൾ മാപ്പ് നോക്കിക്കൊണ്ടുള്ളതാണ് ഡിസൈൻ ചെയ്യുന്നത്. അത് വലിയ തെറ്റാണത്. അതിനകത്തൊക്കെ ഒരു മാറ്റം ഉണ്ടാകണം. അതോടൊപ്പം തന്നെ നേരത്തെ കാലങ്ങളിലൊക്കെ തന്നെ ഈ പൊതുമരാമത്ത് വകുപ്പിലെ ഈ എഞ്ചിനീയർമാര് അതാത് സ്ഥലത്തെ ജനപ്രതിനിധികളുമായിട്ട് സംസാരിക്കുമായിരുന്നു. MLA, MP, പഞ്ചായത്ത് അധ്യക്ഷന്മാര് അവരോടൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പൊ അവർക്ക് അഭിപ്രായം പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. ഈ റോഡിനകത്ത് ഇങ്ങനെ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ റോഡ് വികസിപ്പിക്കുമ്പോൾ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം എന്ന് നിർദ്ദേശം നൽകാൻ കഴിയുമായിരുന്നു. ഇപ്പൊ ആ തരത്തിലുള്ള യാതൊരു നിർദ്ദേശങ്ങളും ഇപ്പൊ MP മാരാകട്ടെ MLA മാരാകട്ടെ ഈ ദേശീയപാത നിർമ്മാണ അധികൃതരുടെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ഗവനിക്കുന്നേയില്ല. അവര് അവരുടെ സ്ഥാപനത്തിൽ ഇരുന്നു കൊണ്ട് ആ കരാറുകാർക്ക് താല്പര്യം ഉള്ള രീതിയിൽ ആ റോഡിന് അവരുടെ താല്പര്യം അനുസരിച്ചാണ്, കരാറുകാരുടെ താല്പര്യം അനുസരിച്ച് റോഡ് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന പ്രവണതയാണ് ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പല റോഡുകളുടെയും ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ റോഡുകളാണ് ഒരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. പല പഠന റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് റോഡുകളുടെ അപര്യാപ്തത. പ്രധാനമായിട്ടും 40% അപകടം സംഭവിക്കുന്നത് അനുബന്ധ റോഡുകളിലാണ്. അതായത് ദേശീയപാത, സംസ്ഥാനപാത, അതിനെ ബന്ധിപ്പിക്കുന്ന അനുബന്ധ റോഡുകൾ, അവിടെയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നത്. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഈ ദേശീയപാതയോ അല്ലെങ്കിൽ സംസ്ഥാന പാതയോ ഒരു പക്ഷേ നമ്മൾ മെയിൻ്റനൻസ് ചെയ്യുന്നത് കാണുന്നുണ്ടായിരിക്കാം. പക്ഷേ ഈ അനുബന്ധ റോഡുകളുടെ കാര്യത്തിൽ വളരെ പരിതാപകരമായ അവസ്ഥയാണ്. ഒരുപാട് അപകടങ്ങൾ അവിടെ നിന്ന് ടൂ വീലറിൽ നിന്നൊക്കെ ഒരുപാട് അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം റോഡുകളുടെ മെയിൻ്റനൻസ് ഈ കാര്യത്തിലൊക്കെ വളരെ അശ്രദ്ധമായിട്ടുള്ള ഒരു നിലപാടാണ് സർക്കാർ അല്ലെങ്കിൽ പൊതുമരാമത്ത് വകുപ്പ് സ്വീകരിക്കുന്നത്. ഇത് പ്രൈവറ്റൈസ് ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് ടോട്ടലായിട്ട് ഇതിന്റെ ഉത്തരവാദിത്തങ്ങൾ മൊത്തമായിട്ട് ഏറ്റെടുക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ റോഡ് കൺസ്ട്രക്ഷൻ, റോഡ് ഡിസൈനിങ്ങിൽ ഉണ്ടാകുന്ന പോരായ്മകൾ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും എന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും. അത് പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതായത് പ്രോഫിറ്റ് മോട്ടീവായിട്ടുള്ള കമ്പനികളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരവരുടെ പ്രോഫിറ്റിനാണ് അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് അവർക്ക് ഒരു പ്രാധാന്യമില്ല. അപ്പം അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാരോ അല്ലെങ്കിൽ അത്രയും വിശ്വസ്തരായിട്ടുള്ള ആളുകൾ പഠനം നടത്തുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടെ വിശ്വാസയോഗ്യമായിരിക്കാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ ഇന്നലത്തെ ഈ ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പ് കേന്ദ്ര ഗതാഗത മന്ത്രി പാർലമെന്റിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അപ്പോൾ ഈ റോഡ് അപകടങ്ങൾ വർദ്ധിക്കുന്നതായിട്ട്. അപ്പൊ അദ്ദേഹം ഇന്നലെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഒരു വർഷം 1,78,000 പേരാണ് ഇന്ത്യയിൽ വാഹനാപകടത്തിൽ മരിക്കുന്നത് എന്നാണ്. അതിൽ തന്നെ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ വരുന്നവരാണ് 60% പേർ. അത്രമാത്രം വേദന, അത്രമാത്രം. ഇന്നലെ പറഞ്ഞത് ഈ 18 വയസ്സിനും 35 വയസ്സിനും ഇടയിൽ, എന്നുവെച്ചാൽ 34 വയസ്സ് വരെയുള്ളവരാണ് മരിക്കുന്നവരിൽ 60%-ലേറെ. ഒരുപക്ഷെ അവരായിരിക്കാം ആ വീടിന്റെ അത്താണി എന്ന് പറയുന്നത്. അതാണ് നഷ്ടപ്പെടുന്നത്. ഗതാഗത മന്ത്രി ഇന്നലെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അന്താരാഷ്ട്ര തലത്തിലൊക്കെ പോയി കഴിയുമ്പോൾ ഈ റോഡ് അപകടങ്ങളെ കുറിച്ചുള്ളൊക്കെ സെമിനാറൊക്കെ നടക്കുമ്പോൾ ഗഡ്കരി പറയുന്നത് അദ്ദേഹം കീഴ്പോട്ട് നോക്കി മുഖം മറച്ചിരിക്കുമെന്നാണ്. കാരണം ലോകത്ത് ഇത്രമാത്രം വാഹനാപകടങ്ങൾ മരിക്കുന്ന ആളുകൾ മരിക്കുന്നത് ഇന്ത്യയിലാണ്. മറ്റൊരു രാജ്യത്തും ഇത്തരത്തിൽ നമ്മളെക്കാൾ അപകസിതമായ രാജ്യങ്ങളിൽ പോലും
ഇങ്ങനെ മരണം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഈ അന്താരാഷ്ട്ര സെമിനാറുകളിലൊക്കെ പോകുമ്പോൾ അദ്ദേഹം കീഴ്പോട്ട് നോക്കിയാണ് ഇരിക്കുന്നത് എന്നാണ്. അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, അദ്ദേഹം ഈ ഗതാഗത വകുപ്പിന്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഈ ഇപ്പോഴുള്ള അപകടത്തിന്റെ ഒരു 50% കുറയ്ക്കണം എന്നായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ദേശീയപാതകൾ ഇന്ത്യയിൽ രൂപകൽപ്പന ചെയ്യുകയും നടപ്പാക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അപകടങ്ങൾ കൂടുകയും മരണങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നതല്ലാതെ റോഡ് അപകടങ്ങൾ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം. ഏതായാലും അദ്ദേഹം മറ്റൊരു കാര്യം കൂടി പറഞ്ഞത്, ഈ ദേശീയപാതയിലും പ്രധാന റോഡുകളിലൊക്കെ അപകട സ്പോട്ടുകൾ, ഈ അപകടങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളെ ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്നാ പറയുന്നത്. ഈ ബ്ലൈൻഡ് സ്പോട്ടുകളെ തരം തിരിച്ചുകൊണ്ട് അത് കുറയ്ക്കാൻ 4000 കോടി രൂപയുടെ ഒരു പാക്കേജും അദ്ദേഹം ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊരു പക്ഷേ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം കൂടിയാണ്, ഈ ബ്ലൈൻഡ് സ്പോട്ടുകളുടെ എണ്ണം കുറയ്ക്കാനുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത്. ഇതിനകത്ത് പല പദ്ധതികളും നമുക്ക് വരുന്നുണ്ട്. പക്ഷെ ഈ പദ്ധതികളൊന്നും പ്രാക്ടിക്കലായിട്ട് അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രധാന ഒരു ഘടകം. ഉദാഹരണമായിട്ട് നമുക്കറിയാം, ഇംപ്ലിമെന്റഡ് ആയാൽ തന്നെ അതൊരു ആരംഭശൂരത്വം. അതെ, നമുക്കറിയാം. കേരളത്തിലെ കാര്യം ആലോചിച്ചാൽ അറിയാം. ഇവിടെ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വർക്ക് ചെയ്യുന്ന ക്യാമറകൾ സ്ഥാപിച്ചു. 200 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടാണ് വെച്ചത്. ഇപ്പോഴത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. എത്ര ക്യാമറ വർക്ക് അതെ, ക്യാമറ വർക്ക് ചെയ്യുന്നില്ല, പലതും വർക്ക് ചെയ്യുന്നില്ല. മാത്രമല്ല അതിൽ നിന്നുള്ള വരുമാനവും നഷ്ടപ്പെട്ടു. അതായത് ഈ ക്യാമറ വെച്ചതിന് ശേഷം ഏകദേശം ലക്ഷക്കണക്കിന് കേസുകളുടെ ഡിഫറൻസ് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും റോഡിലെ അത്തരം എന്താ പറയുക നിയമലംഘനങ്ങൾ കുറയ്ക്കാനായിട്ടുണ്ട്. അതായത് ഈ ഒരു ക്യാമറ ഇരിക്കുന്നത് കൊണ്ട് ബോധവാന്മാരായിരുന്നു ഡ്രൈവർമാർ പലരും. അതുപോലെ അത്തരം നിയമലംഘനങ്ങളുടെ എണ്ണം കുറയ്ക്കാനായി എന്ന് അവരുടെ പഠനത്തിൽ വ്യക്തമാണ്. പക്ഷെ എന്നാൽ അത് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 200 കോടി നമ്മൾ ചെലവഴിച്ചു കഴിഞ്ഞു. അത് കുറച്ചുകൂടെ ഒന്ന് പ്രാക്ടിക്കലാക്കാനുള്ള നടപടികൾ അത് ആക്ച്വലി വരേണ്ടത് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. അതായത് പദ്ധതികളുടെ കുറവല്ല, ഇവിടെ പദ്ധതികളുണ്ട്. ഇത് കൃത്യമായി നടപ്പാക്കിയിരുന്നെങ്കിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതിനെന്താണ് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സമൂഹത്തിന്റെ ഒരു മനോഭാവം മാറേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ഇതിൽ ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്തോ വലിയ അപകടം വരാൻ പോകുന്നു, വലിയ ദുരന്തം വരാൻ പോകുന്നു എന്ന രീതിയിലാണ് ആളുകൾ പൊതുസമൂഹം അതിനെ എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അതിന്റെ ഒരു സുരക്ഷ എന്ന് പറയുന്നത് അത് നമുക്ക് തന്നെയാണ് അതിന്റെ ഗുണം കിട്ടുക എന്ന, നമ്മളാണ് അതിന്റെ ഒരു ഗുണഭോക്താവ് എന്നൊരു ചിന്ത നമ്മുടെ ആളുകൾക്കില്ല, പൊതുസമൂഹത്തിനില്ല. അപ്പൊ പൊതുസമൂഹത്തിന് ഇതിനോടൊക്കെ ഉള്ള ഒരു മനോഭാവം മാറേണ്ടതായിട്ടുണ്ട്. ജനങ്ങളുടെ ഒരു കാഴ്ചപ്പാട് മാറേണ്ടതായിട്ടുണ്ട്. തന്നെയുമല്ല, ഈ ഗതാഗത നിയമങ്ങൾ അനുസരിക്കാനുള്ളതാണ് എന്ന ഒരു ചിന്ത നമുക്ക് എല്ലാവർക്കും ഉണ്ടാകണം. പലരും ഈ റൂട്ടിലിറങ്ങിയിട്ട് അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഗതാഗത നിയമം നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന ഈ പൊതുഗതാഗത നിയമങ്ങൾ നമുക്ക് ഓരോരുത്തരും നമ്മൾ അത് അനുസരിക്കും, അല്ലെങ്കിൽ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന ചിന്ത നമുക്കുണ്ടാകണം. എന്തുകൊണ്ടാണ് നമ്മുടെ ആളുകൾ, മലയാളികൾ അടക്കമുള്ളവർ വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ, ഗൾഫ് അടക്കമുള്ള രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഗതാഗത നിയമം കൃത്യമായി പാലിക്കുന്നില്ലേ? ഒരു വിട്ടുവീഴ്ച അതിനകത്തുണ്ടാകത്തില്ല. ഏറ്റവും കൂടുതൽ നന്നായി ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ തന്നെ ഗതാഗത നിയമങ്ങൾ പാലിക്കുന്നവര് മലയാളികളായിരിക്കും. ഈ ഇതേ മലയാളികൾ തന്നെ അവന്റെ സ്വന്തം നാടായ കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഗതാഗത നിയമങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല. കാരണം ഒന്നും പേടിക്കേണ്ട എന്നൊരു കാര്യമാണുള്ളത്. കൂടി വന്ന ഒരു 500 രൂപയുടെ ഒരു ഫൈൻ അതിനാണ് നിൽക്കുക. ഇപ്പൊ എത്രമാത്രം വലിയ ദുരന്തം ഉണ്ടായിക്കോട്ടെ, എത്ര പേരുടെ ജീവൻ എടുത്തോട്ടെ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവന്റെ ഒരു ലൈസൻസ് 3 മാസത്തേക്ക് അല്ലെങ്കിൽ 6 മാസത്തേക്ക് റദ്ദ് ചെയ്യും. അതല്ല എങ്കിൽ ഏറ്റവും കൂടി വന്ന മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നും പറഞ്ഞൊരു കേസ് എടുക്കും. ഇതാണ് ഇതിവിടെ കേരളത്തിലും ഇന്ത്യയിലും സംഭവിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്. അത് തന്നെ, ഈ നിയമങ്ങൾ വളരെ ലഘുവായിട്ട് ലഘൂകരിക്കപ്പെടുന്നത് കൊണ്ടും ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പിന്നെ മാത്രമല്ല, സണ്ണി നേരത്തെ പറഞ്ഞ കാര്യത്തോട്, അതായത് ഇന്റർനാഷണലി നോക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ചേർത്ത് പറയുകയാണ്, ഏറ്റവും കൂടുതൽ വാഹനാപകടങ്ങൾ നടക്കുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അതിന്റെ 2ാം സ്ഥാനം കേരളത്തിനാണ്. ഇത് റിപ്പോർട്ടാണ്, റിപ്പോർട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. റോഡ് ആക്സിഡൻസ് തമിഴ്നാട് എന്ന് പറയുമ്പോൾ നമ്മളെക്കാൾ എത്രമാത്രം ജില്ലകൾ കൂടുതലുണ്ട്, ആളുകളുടെ എണ്ണം കൂടുതലാണ്, ഏരിയയും കൂടുതലുണ്ട്, ആളുകളുടെ എണ്ണവും വളരെ കൂടുതലാണ്. അല്ല, 2ാം സ്ഥാനത്താണ് ഇന്ന് കേരളം ഉള്ളത്. അത് ചിന്തിക്കുക. അത് വെച്ച് നോക്കുമ്പോൾ നമ്മളാണ് കേരളമാണ് 1ാം സ്ഥാനം എന്ന് പറയേണ്ടി വരും. അതെ, തീർച്ചയായും കേരളമാണ്. ജനങ്ങളുടെ ജനസംഖ്യ വെച്ച് നോക്കുമ്പോഴും, ജില്ല വെച്ച് നോക്കുമ്പോഴും, റോഡിന്റെ ഒക്കെ നിലവാരം വെച്ച് നോക്കുമ്പോഴും, ഇപ്പൊ ഏത് റോഡ്, ഒരു 1/2 കിലോമീറ്റർ റോഡില് 1/2 കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ കുണ്ടും കുഴിയും ഇല്ലാത്ത ഒരു 1/2 കിലോമീറ്റർ കേരളത്തിൽ കാണിച്ചു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. നമ്മുടെ ഈ റോഡ് ടാക്സും അതോടൊപ്പം തന്നെ റോഡിന്റെ നിർമ്മാണത്തിനൊക്കെ വേണ്ടിയിട്ടാണ് റോഡ് സെസ്, പെട്രോളിയം ഇന്ധനത്തിൽ നിന്നും നമ്മൾ ഇന്ന് സെസ് പിടിപ്പിക്കുന്നുണ്ട്. ഡീസലിൽ നിന്നും പെട്രോളിൽ നിന്നും നമ്മൾ 1 ലിറ്റർ ഡീസൽ മേടിക്കുമ്പോൾ 1 ലിറ്റർ പെട്രോൾ വാങ്ങിക്കുമ്പോൾ
അതിൽ നിന്ന് ഓരോ വെച്ച് സെസ് പിരിക്കുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? റോഡ് നവീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്ക് ഏതെങ്കിലും റോഡ് നല്ല രീതിയിൽ കിടക്കുന്നുണ്ടോ? ഒരു റോഡുമില്ല. ടാർ ചെയ്യുന്ന ആ സമയത്ത് നല്ല രീതിയിൽ നടക്കുമായിരിക്കും. അത് കഴിഞ്ഞ് ഒരാഴ്ച മാക്സിമം പോയ ഒരാഴ്ചക്കുള്ളിൽ അവിടെ കുണ്ടും കുഴിയും വരുന്നു. പിന്നെ നാട്ടുകാർ ഇടപെട്ട് വാഴ നടണം, തെങ്ങ് നടണം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധങ്ങളും കാര്യങ്ങളും വന്നാൽ അതെ ഹൈക്കോടതി ഇടപെടണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ പോലും പലപ്പോഴും ഹെൽമെറ്റിനും ഒക്കെ വേണ്ടിയാണ്. അതായത് വീണ് കഴിഞ്ഞാൽ തല പൊട്ടാതിരിക്കുക എന്നുള്ളതാണ്. പക്ഷെ വീഴുന്നതിന് മുന്നേ ഉള്ള കാര്യങ്ങളെ കുറിച്ചുള്ള പല ചിന്തകളും വരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ലൈസൻസ് നൽകുന്ന കാര്യത്തിനകത്ത് കേരളത്തിനകത്ത് വളരെ ഉദാര സമീപനം ഉള്ളത്. പക്ഷെ അതിന് നിയന്ത്രണം വരാൻ പോകുന്നുണ്ട്. കാരണം നമ്മൾ എത്രമാത്രം ഈ നമുക്ക് ലൈസൻസ് എന്ന് പറയുന്നത്, വാഹന ലൈസൻസ് എന്ന് പറഞ്ഞാൽ ചെന്നാ വൈകാതെ നമുക്ക് ലഭിക്കും. ഒരു പരീക്ഷയും ഒരു 8 കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു 8 കൊണ്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളത് കേരള ട്രാൻസ്പോർട്ട് കമ്മീഷൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നമ്മുടെ ആളുകൾ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ലൈസൻസ് എടുക്കാൻ എന്തുമാത്രം പ്രയാസം എന്ന് അറിയാമോ? എത്രമാത്രം ക്ലേശകരമാണ് അവിടെ ലൈസൻസ് കിട്ടുക എന്ന് പറയുന്നത്. ഗൾഫ് രാജ്യങ്ങളടക്കമുള്ളവർക്ക് ലൈസൻസ് കിട്ടുക നമുക്ക് വളരെ എളുപ്പത്തിൽ അല്ലെങ്കിൽ ലൈസൻസ് കിട്ടുന്നു. അപ്പൊ ഈ ലൈസൻസ് നൽകുന്നതിനകത്തൊക്കെ കുറെ കൂടി പക്വതയും അതോടൊപ്പം തന്നെ കുറെ കൂടി നിയന്ത്രണങ്ങളും നല്ല രീതിയിൽ റോഡിലൊക്കെ നിയന്ത്രണങ്ങളെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. കാരണം പലപ്പോഴും ഈ ലൈസൻസ് ലഭിക്കുന്നവർക്ക് ഗതാഗത നിയമങ്ങൾ പോലും അറിയില്ല. അതെ, പലപ്പോഴും ഇവരെ പിന്നീട് പോലീസ് പിടിച്ചു കഴിയുമ്പോൾ അവരെ കൊണ്ടുപോയി പിന്നെ അവർക്ക് വീണ്ടും ക്ലാസ് എടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഈ ലൈസൻസ് നൽകുന്നതിനകത്തൊക്കെ കുറെ കൂടി ഒരു കാര്യക്ഷമത വരുത്തേണ്ടിയിരിക്കും. കേരള ട്രാൻസ്പോർട്ട് കമ്മീഷണർ CH നാഗരാജു മുന്നോട്ട് വെച്ചിരിക്കുന്ന നിലപാട് വളരെ നല്ലൊരു നിലപാടായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം 8 മെച്ചം എടുത്തുകൊണ്ട് കാര്യമില്ല എന്ന് അദ്ദേഹം ആദ്യമേ തന്നെ പറഞ്ഞു. മാത്രമല്ല ലേണേഴ്സ് കൊടുത്തതിന് ശേഷം 6 മാസം മുതൽ 1 വർഷം വരെ പ്രൊബേഷൻ പീരീഡ് ആയിട്ട് കണക്കാക്കും. ഈ ഒരു കാലയളവിൽ ആക്സിഡന്റ്സ് ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ മാത്രമാണ് ലൈസൻസ് കൊടുക്കുകയുള്ളൂ എന്നുള്ള മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടിയിരിക്കുന്നു. അതെ, തീർച്ചയായും അത്തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ നമ്മൾ റോഡിനെയും അല്ലാതെ എല്ലാത്തിനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സിഗ്നലൊക്കെ ഇപ്പൊ പലപ്പോഴും നമ്മൾ അറിയാം, റോഡിനകത്തൊക്കെ ഒരു സിഗ്നൽ കണ്ടു അല്ലെങ്കിൽ ഒരു മഞ്ഞ ലൈറ്റ് കണ്ടു. മഞ്ഞ ലൈറ്റ് കാണുമ്പോൾ നമ്മൾ സ്പീഡ് കുറയ്ക്കേണ്ടതാണ്. പക്ഷെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ചുവപ്പ് വരുന്നതിന് മുമ്പ് നമ്മൾ കടന്നു പോകാൻ വേണ്ടി ദേശീയപാതയിലൊക്കെ പലപ്പോഴും ഈ സിഗ്നൽ വീഴുന്നതിന് ഒരു റെഡ് വരുന്നതിന് മുമ്പ് കടന്നു പോകാൻ വേണ്ടി നമ്മൾ ഭയങ്കര സ്പീഡിലായിരിക്കും പോണേ. അപ്പോഴായിരിക്കും നമ്മൾ അമിത സ്പീഡിൽ പോകുമ്പോഴായിരിക്കും റെഡ് വന്ന് വീഴുന്നത്. അതുകൂടി ചിലപ്പോൾ വലിയ അപകടങ്ങളിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ഈ സിഗ്നലിനോടൊരു ബഹുമാനം കാണിക്കാനും ഗതാഗത നിയമങ്ങൾ പാലിക്കാനും ഒക്കെ നമ്മൾ കുറെ കൂടി തയ്യാറായി കഴിഞ്ഞാൽ ഈ അപകടങ്ങളൊക്കെ വളരെയധികം കുറയ്ക്കാൻ കഴിയും. പക്ഷെ അതിനൊന്നും നമ്മൾ തയ്യാറാകും. നമ്മൾ എന്തുകൊണ്ടാണോ നമ്മൾ സ്വമേധയാ തിരക്കുണ്ടാക്കുക. നമ്മൾ ഓരോരുത്തരും വീടുകളിലൊക്കെ ചിലപ്പോ നമ്മൾ ഇരുന്ന് ഈ മൊബൈലൊക്കെ നോക്കി സമയം കളയും. വാട്സാപ്പ് അതൊക്കെ നോക്കി സോഷ്യൽ മീഡിയ ഒക്കെ നോക്കി ഇരുന്ന് സമയം കളയും. ഈ നഷ്ടപ്പെട്ട സമയം പലപ്പോഴും നമ്മൾ പിടിക്കുന്ന എവിടെയിട്ടാന്ന് അറിയാമോ? റോഡില് വേഗത കൂട്ടിയാണ് വാഹനം ഓടിച്ച്, അലസമായി വാഹനം ഓടിച്ച്, സ്പീഡിൽ വാഹനം ഓടിച്ച് ഈ നഷ്ടപ്പെട്ട സമയം ചിലപ്പോൾ ജോലിക്ക് പോകാനായിരിക്കാം, വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ പോകണമായിരിക്കാം. ഈ നഷ്ടപ്പെട്ട സമയം അവനവിടെ പിടിക്കാൻ പോകുന്നത് ഈ റോഡിൽ വാഹനത്തിന് സ്പീഡ് കൂട്ടിക്കൊണ്ടാണ്. പക്ഷെ അത് വരുത്തി വെക്കുന്ന വിന എന്ന് പറയുന്ന വളരെ വലുതാണ് എന്ന ചിന്ത പലർക്കും ഉണ്ടാകാറില്ല. ഏറ്റവും കൂടുതൽ റോഡ് ആക്സിഡന്റ്സിന്റെ ഉത്തരവാദികൾ എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് തന്നെയാണെന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത്. ഏറ്റവും കൂടുതൽ ഡ്രൈവേഴ്സിന്റെ പിഴവ് മൂലം മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, അതൊക്കെയാണ് അമിത വേഗത. ഇപ്പൊ നമ്മുടെ നാട്ടികയിൽ ഉണ്ടായ കാര്യം എന്താ? ഡ്രൈവർ അമിതമായി മദ്യപിച്ചിട്ട് വാഹനം ഓടിച്ചത്. ഇതൊക്കെ മറ്റൊരു രാജ്യത്തും നടക്കില്ല. ഈ അമിതമായി ഈ പറയുന്ന വളവും ഒടിവും ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഓവർ സ്പീഡിൽ പോകുന്നതാണ് വേറൊരു കാര്യം. കാരണം പിടിച്ചാൽ കിട്ടില്ല. കാരണം വളവും തിരിവുമാണ് പുറമേ. ഈ അശ്രദ്ധമായിട്ടുള്ള വാഹനം ഓടിക്കുക തന്നെയാണ് ഈ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകാനുള്ള കാരണം അത് തന്നെയാണ്. അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിങ്. പിന്നെ അതുപോലെ തന്നെ ഈ ഓവർ സ്പീഡ്. ഇപ്പോൾ ഓവർ സ്പീഡ് നമുക്കറിയാം. ഇപ്പം നമുക്കിവിടെ നമ്മുടെ നിരത്തുകളിൽ ഇപ്പം ദേശീയപാതയിലാണെങ്കിൽ പോലും 100-110 കിലോമീറ്ററാണ് അതിൻ്റെ ഒരു മാക്സിമം ഇത് വരുന്നത്. പക്ഷെ നമ്മുടെ ഇവിടെ ഇറക്കുന്ന വാഹനങ്ങളുടെ സ്പീഡ് പരിശോധിക്കണം. 300 കിലോമീറ്റർ വരെ സ്പീഡുള്ള വാഹനങ്ങളാണ് നമ്മളിവിടെ ഇറക്കുന്നത്. ഇതെവിടെ ഓടിക്കാനാണ്? സർക്കാർ ഇതൊക്കെ ചിന്തിക്കേണ്ട കാര്യമാണ്. 300 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കാൻ പറ്റുന്ന ഒരു വാഹനം ഇവിടെ എവിടെയാണ് നമുക്ക് ഓടിക്കാൻ പറ്റുക? അതോടൊപ്പം തന്നെ നമ്മുടെ ഈ പൊതുസമൂഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ ഇതിനകത്ത് കുറെ കൂടി ഒരു ജാഗ്രത കാണിക്കാനുണ്ട്. അവർ ഈ മറ്റേ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് എവിടെയാണ്? ഈ റോഡ് സൈഡിലാണ്. അപ്പൊ ഈ ദീർഘദൂരമായിട്ടുള്ള കാഴ്ചയായിരിക്കും പലപ്പോഴും മറഞ്ഞു പോകുന്നത്. ഈ ഫ്ലെക്സ് ബോർഡുകളൊക്കെ കൊണ്ടുവന്നത് രാഷ്ട്രീയ പാർട്ടിയുടെ ഈ റോഡിന്റെ സൈഡിലും അതോടൊപ്പം തന്നെ ഇലക്ട്രിക് പോസ്റ്റേലും അങ്ങനെ ഓരോ പൊതു സ്ഥലത്തും കൊണ്ട് വെച്ചിട്ട് അങ്ങ് പോവുകയാണ്. പക്ഷെ അതപ്പോ ഈ ദീർഘദൂര കാഴ്ചകളൊക്കെ മറയ്ക്കുന്നുണ്ട്.
പക്ഷെ അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഈ റോഡുകളിൽ ഇത്തരത്തിൽ ഈ കൊടിതോരണങ്ങൾ കെട്ടുക, ഫ്ലെക്സ് വയ്ക്കുക, അതിനൊക്കെ ഒരു നിയന്ത്രണം വരുത്തേണ്ടതായിട്ടുണ്ട്. ഹൈക്കോടതി ഇടപെട്ട് അതിനൊരു നിയന്ത്രണം കൊണ്ടുവരികയും ചെയ്തു. പക്ഷെ അതൊക്കെ നീക്കം ചെയ്യാൻ പോലും അല്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ മാറി മാറി ഭരിക്കുന്ന സർക്കാരുകളോ ഒന്നും തയ്യാറാകുന്നില്ല. അപ്പൊ നമുക്ക് റൂട്ടിനകത്ത് എന്തും കാണിക്കാനുള്ള ഒരു അവകാശമുണ്ട് എന്നൊരു ബോധമാണ് ഉള്ളത്. അതാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്കറിയാം, ഇതൊരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രധാന വിഷയമായിട്ട് മാറാണ്. ആദ്യകാലങ്ങളിൽ ഒരു ആക്സിഡന്റ് ഉണ്ടായി അത് അയാളുടെ വീടുകൾക്കും കുടുംബത്തിനും മാത്രമായിട്ട് തീരുന്ന അവസ്ഥയല്ല. അത് മാറ്റങ്ങൾ വന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പല റിപ്പോർട്ടുകളും പറയുന്നത് ഇതൊരു പൊതുജന ആരോഗ്യ പ്രശ്നമായി മാറുകയാണ്. വാഹന അപകടങ്ങള് പൊതുജന ആരോഗ്യ പ്രശ്നമായിട്ട് മാറും. അത്രയധികം ആളുകൾ അപകടത്തിൽ പെടുന്നുണ്ട്. ഇപ്പൊ സണി നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് പെടുന്ന ഒരാളുടെ ലൈഫ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു എന്താണ്, ഇപ്പൊ ഞാൻ അത് മരിച്ചു പോകുന്ന ആളുകൾ മരിച്ചുപോയി മാത്രമേ കണക്കുള്ളൂ. പക്ഷേ അതിനേക്കാൾ മരണശവമായി ഇനി എനിക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയാതെ എത്രയോ ആളുകൾ നരയിക്കുന്നുണ്ട്. അത് സാമ്പത്തികമായിട്ട് ചികിത്സാ ചെലവുകൾ ഒരുപാട്. ഇദ്ദേഹത്തിന് ഈ കിടപ്പായ ആളുകളെ പരിചരിക്കുന്നതിന് വേണ്ട സംവിധാനങ്ങള്, അങ്ങനെ ആ കുടുംബം ഒന്നാകെ നശിച്ചു പോകുന്ന ഒരവസ്ഥയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. എത്ര ആളുകളാണ്, വളരെ ചെറുപ്പക്കാരായ യുവാക്കളായ ആളുകളാണ് ഈ അപകടം പറ്റി എഴുന്നേൽക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. നമ്മൾ അല്പം കൂടി ഒരു ശ്രദ്ധ വെച്ചാൽ ഈ അപകടങ്ങളുടെ എണ്ണം വളരെ കുറയ്ക്കാൻ കഴിയും. അത് ഞാൻ മാത്രം അല്ലെങ്കിൽ നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരാ. പൊതുസമൂഹം ഇതിനകത്ത് ഒരു ബോധവാന്മാരാകണം. അത് ബോധവാന്മാരായെങ്കിൽ മാത്രമേ എണ്ണം കുറയ്ക്കാൻ കഴിയുള്ളൂ. ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിലെ പ്രശ്നങ്ങൾ അതും പൊതുജനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവര് പ്രതിഷേധിച്ച കാര്യങ്ങൾ ആ ഒരു രീതിയിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ഇന്നലെ തന്നെ ഇപ്പൊ ഈ അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞത്, ഗണേഷ് കുമാർ പറയുന്നത് ഈ ബ്ലൈൻഡ് സ്പോട്ടുകൾ കേരളത്തിൽ എത്രമാത്രം ബ്ലൈൻഡ് സ്പോട്ടുകൾ ഉണ്ട് എന്ന് അതിന്റെ എണ്ണം എടുക്കാൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. മന്ത്രി അത് ഉടനെ തന്നെ തരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിന്റെ ഗതാഗത മന്ത്രി പറയാണ്, കേരളത്തിലെ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ ദേശീയ പാതകളിലാണ് അല്ലെങ്കിൽ ഏതൊക്കെ പ്രധാനപ്പെട്ട പാതകളിലാണ് ആ അപകടങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്ന സ്പോട്ടുകൾ ഏതൊക്കെയാണ് എന്ന് ഗതാഗത മന്ത്രിക്കോ അല്ലെങ്കിൽ ഗതാഗത വകുപ്പിനോ അറിയില്ല. ഇനി അതിന്റെ ലിസ്റ്റ് കിട്ടണം, എവിടെയൊക്കെയാണ് അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. അപ്പൊ ആ ബ്ലൈൻഡ് സ്പോട്ടുകൾ എവിടെയൊക്കെയാണെന്ന് തിരിച്ചറിയാൻ പോലും ഗതാഗത വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അങ്ങനെ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമല്ലേ അവിടെ എന്തെങ്കിലും ക്രമീകരണങ്ങൾ ഏർപ്പെടുത്താൻ കഴിയൂ ഗതാഗത വകുപ്പിന്. അതിന് പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെ ആരെയാണ് കുറ്റപ്പെടുത്തുക? ഗതാഗത വകുപ്പ് ഒരുപാട് കാര്യക്ഷമമായി ഇടപെടേണ്ട ഒരു നല്ലൊരു സമീപനം എടുക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം അവർക്ക് പോലും അതിന് ഉത്തരമില്ലെങ്കിൽ ഈ വിഷയത്തില് ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ എല്ലാ തലത്തിലും വേണം. പോലീസ് ഉണ്ടാവണം, ഗതാഗതം ഉണ്ടാവണം, കാരണം നമുക്ക് നിയമങ്ങൾ കുറേ ഉണ്ട്, അത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള സംവിധാനമില്ല. ഇപ്പൊ നമുക്ക് ഗതാഗത നിയമങ്ങൾ ഒരുപാടുണ്ടെങ്കിലും അതൊക്കെ പ്രാവർത്തികമാക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംവിധാനം ഇല്ല. തീർച്ചയായും വേണം. ഇപ്പൊ നമ്മളൊന്നും ആലോചിച്ച് നമ്മളൊരു ഉത്സവകാലം വരുന്നു, അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് അല്ലെങ്കിൽ ന്യൂ ഇയർ, ഈസ്റ്റർ, ഓണം. ചിലപ്പോ ഈ ഗതാഗത വകുപ്പും പോലീസും ഒക്കെ കൂടി വാഹന പരിശോധന നടത്തും റോഡില്. ആളുകൾ അതിനെ മൊത്തമായി എതിർക്കും. ഒരാൾ ഇറങ്ങിയാൽ മതി, ബാക്കിയുള്ളവർ അതിന്റെ ഒപ്പം കൂടും. ഇതിപ്പോ ഈ ഉത്സവകാലത്ത് സർക്കാരിന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഈ പിഴ ഈടാക്കല്. ആ രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. സർക്കാരിന് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമാണ് ഈ റോഡ് വാഹന പരിശോധന എന്ന രീതിയിൽ അതിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ട് ഈ ജനങ്ങളെല്ലാം കൂടി ഈ പരിശോധന നടത്തുന്ന ഉദ്യോഗസ്ഥരുടെ നേർക്ക് തിരിയും. പക്ഷെ ആറ്റിറ്റ്യൂഡ് ഈ ഇത്തരത്തിലുള്ള അശാസ്ത്രീയമായി റോഡ് നിർമ്മാണം നടത്തുന്നവർക്ക് നേരെ തിരികെയാണെങ്കിൽ പണ്ടേ റോഡുകൾ നന്നായേനെ അല്ലേ? അല്ലെ, ഈ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിനകത്ത് പരിഹാരം ഉണ്ടാക്കേണ്ടത് ഈ പൊതുമരാമത്ത് വകുപ്പും അതോടൊപ്പം തന്നെ ദേശീയപാത അധികൃതരൊക്കെയാണ്. പക്ഷെ ഇത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാൻ കഴിയുക എന്ന് പറയുന്നത് ജനപ്രതിനിധികൾക്കുമാണ്. പക്ഷേ പൊതുജനങ്ങൾക്ക് ആ കാര്യത്തിനകത്ത് ഇടപെടാൻ ശ്രദ്ധയെ കൊണ്ടുവരാൻ ഇത്തരത്തിലുള്ള സമരങ്ങൾ സഹായിക്കും എന്നതിനപ്പുറം ജനങ്ങൾക്ക് അതിനകത്തൊരു പരിമിതി ഉണ്ട് എന്ന് തോന്നുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കേരളത്തിലെ ഇപ്പോൾ ഒരുപാട് റോഡുകൾ ദേശീയപാതകൾ അല്ലാതെ തന്നെ സംസ്ഥാന പാതകളൊക്കെ തന്നെ ഈ BMBC നിലവാരത്തിലേക്ക് ടാറിംഗ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഈ റോഡിന്റെ ഉപരിതലം നല്ല രീതിയിൽ യാത്ര ചെയ്യാനൊക്കെ ഉപകരിക്കുകയും വാഹനങ്ങൾക്കൊക്കെ സുഗമമായി സഞ്ചരിക്കാനും ഈ BMBC ടാറിംഗ് നമുക്ക് ഗുണം ചെയ്യുകയും ചെയ്യും. പക്ഷെ ഈ
BMBC നിലവാരത്തിലേക്ക് റോഡ് ഉയർത്തിയപ്പോൾ അതനുസരിച്ച് ഈ റോഡുകളുടെ വളവുകൾ നിവർത്തുന്ന കാര്യത്തിനകത്തോ അതോടൊപ്പം തന്നെ ഈ ഇറക്കങ്ങളും കയറ്റങ്ങളും ഒക്കെ കുറയ്ക്കുന്ന കാര്യത്തിനകത്തൊന്നും ഒരു നടപടി ഉണ്ടായിട്ടില്ല. റോഡ് നല്ല നിലവാരത്തിന്റെ അതിന്റെ ഉപരിതലം മിനുസപ്പെടുത്തി എന്നതിനപ്പുറം ഈ മൊത്തത്തിൽ റോഡ് വികസിപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പ്രധാനമായും വളവുകളൊക്കെ നിവർത്തുക എന്നതാണ് അതിന് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടത്. പക്ഷേ ഈ കൊടും വളവുകളാണ് പലപ്പോഴും ഈ അപകടങ്ങളിലേക്ക് നയിക്കുന്നത്. കാരണം മുൻപരിചയമില്ലാത്ത ഒരാളാണ് ആ വാഹനം ഓടിക്കുന്നത് എങ്കിൽ ഈ പല കൊടുംവളവുകളൊന്നും അറിയാതെ പോകുന്നു. അപ്പൊ ഈ കൊടും വളവുകളാണ് പലപ്പോഴും ഈ ദുരന്തങ്ങളിലേക്ക്, വലിയ ദുരന്തങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. അതുകൊണ്ട് ഈ റോഡിന്റെ നിലവാരം ഉയർത്തുമ്പോൾ അതോടൊപ്പം തന്നെ റോഡ് വീതി കൂട്ടി ശാസ്ത്രീയമായി പുനർനിർമ്മിക്കാൻ നമ്മുടെ വകുപ്പുകൾക്കൊക്കെ കഴിയേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ ഈ റോഡപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ കഴിയുള്ളൂ എന്നും എനിക്ക് തോന്നുന്നു. കേരളത്തിൽ ഇതിനോടകം തന്നെ ഒത്തിരി ജീവനുകൾ റോഡുകളിൽ പൊലിഞ്ഞിട്ടുണ്ട്. മാതാപിതാക്കളും ഉറ്റവരും എല്ലാവരും ഭയന്ന് ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത്. പുറത്തുപോയവർ ജീവനോടെ തന്നെ തിരിച്ചെത്തുമോ എന്ന ഭയം. റോഡ് അപകടങ്ങൾ പൊതുജന ആരോഗ്യ പ്രശ്നമായി മാറുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്. റോഡ് അപകടങ്ങൾ ഗണ്യമായി കുറയ്ക്കാൻ ശാശ്വതമായ പരിഹാരം സർക്കാർ തലങ്ങളിലും അതേസമയം തന്നെ പൊതുജനവും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടണം. നമ്മുടെ പൊതുജനം എല്ലാവരും തന്നെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകേണ്ടിയിരിക്കുന്നു. ഗതാഗത വകുപ്പ് മുന്നോട്ട് വയ്ക്കുന്ന നിയമനിർദ്ദേശങ്ങൾ തങ്ങളുടെ ജീവന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നൽകുന്നത് എന്ന ബോധ്യം പൊതുജനത്തിനുണ്ടാവണം. അതേസമയം ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടേണ്ടിയിരിക്കുന്നു. കൂടുതൽ മരണങ്ങളിലേക്ക് റോഡ് അപകടങ്ങൾ നയിക്കാതിരിക്കാൻ വേണ്ട റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും ജനപ്രതിനിധികളുടെ പ്രത്യേക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ അനിവാര്യമാണ്. പൊതുജനവും ഗതാഗത വകുപ്പും ഒന്നിച്ചു നിന്നുകൊണ്ട് വേണം ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ. മറ്റൊരു വിഷയത്തിലെ നിലപാടുമായി അടുത്ത ദിവസം കാണാം.